കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും? ചായക്കടകളിലെ ചൂടുള്ള ചർച്ചകൾ മുതൽ വമ്പൻ കോർപ്പറേറ്റ് ബോർഡ് റൂമുകളിലെ രഹസ്യ യോഗങ്ങൾ വരെ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും പല വിധത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. ചിലർ ഭരണമാറ്റം ഉറപ്പിക്കുമ്പോൾ മറ്റു ചിലർ ഭരണ തുടർച്ചയുടെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ കോലാഹലങ്ങൾക്കിടയിൽ ആരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ ചിലർ ബോധപൂർവം തമസ്കരിച്ച വളരെ നിർണായകമായ ഒരു വലിയ സൂചനയുണ്ട്. ഒരു വമ്പൻ കോർപ്പറേറ്റ് ഡീൽ മലയാള ദൃശ്യമാധ്യമ ലോകത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വളരെ നിശബ്ദമായി, എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെ നടക്കുന്ന ഒരു വലിയ അഴിച്ചുപണി. പുറമെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സാധാരണ ചാനൽ കൈമാറ്റത്തിൻ്റെ കഥ മാത്രമായി തോന്നാം. എന്നാൽ ആ തിരശീല വകഞ്ഞു മാറ്റിയാൽ നമുക്ക് കാണാൻ കഴിയുക കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി പ്രവചിക്കുന്ന, അധികാരത്തിൻ്റെ ഇടനാഴികളെ ഒന്നടങ്കം പിടിച്ചു കുലുക്കാൻ പോകുന്ന അത്യുഗ്രനൊരു മാസ്റ്റർ പ്ലാനാണ്. ന്യൂസ് മലയാളം 24/7 എന്ന മലയാളം ചാനൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ശബ്ദമായി അവർക്ക് വേണ്ടി പ്രതിരോധം തീർത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു മാധ്യമം. ആ ചാനലിൻ്റെ ഉടമസ്ഥാവകാശം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറുകയാണ്. കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വലിയ സാമ്പത്തിക പശ്ചാത്തലമുള്ള BLM ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ചാനലിൻ്റെ 51% ഓഹരികളും സ്വന്തമാക്കിയിരിക്കുന്നു. നിലവിലെ ചെയർമാനായിരുന്ന സകിലൻ പത്മനാഭൻ പടിയിറങ്ങുകയും പകരം BLM ഗ്രൂപ്പ് ചെയർമാൻ R പ്രേംകുമാർ ചാനലിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. മാധ്യമലോകത്ത് ഇത്തരം കൈമാറ്റങ്ങൾ സ്വാഭാവികമല്ലേ? ഇതൊരു സാധാരണ ബിസിനസ് ഡീൽ മാത്രമല്ലേ എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തെറ്റി. കാരണം ഈ ഡീലിന് പിന്നിൽ വ്യക്തമായി ഒളിഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കൃത്യമായ ബ്ലൂ പ്രിൻ്റാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മലയാളത്തിലെ ഡിജിറ്റൽ മാധ്യമ ലോകം വലിയ രീതിയിൽ ഇളകി മറിഞ്ഞു എന്നത് നമ്മൾ കണ്ടതാണ്. ചില ഓൺലൈൻ യൂട്യൂബ് മാധ്യമങ്ങൾ വലിയ ആഘോഷത്തോടെയും ആവേശത്തോടെയുമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അവരുടെ ആഖ്യാനം വളരെ വ്യക്തവും ലളിതവുമായിരുന്നു. ന്യൂസ് മലയാളത്തിൻ്റെ ഇടതുപക്ഷ അനുകൂല നയം ആ ചാനലിനെ സാമ്പത്തികമായി തകർത്തു. ഇനി പുതിയ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് വരുന്നു. അതോടെ ചാനൽ വലതുപക്ഷത്തേക്ക് ചായുന്നു. എഡിറ്റോറിയൽ തലപ്പത്ത് നിലവിൽ തീരുമാനങ്ങളെടുക്കുന്ന സനീഷ് ഇളയിടവും TM ഹർഷനും വൈകാതെ തെറിക്കുന്നു. ഇതായിരുന്നു അവർ അതിവിദഗ്ധമായി സൃഷ്ടിച്ചെടുത്ത പൊതുബോധം. ഇടതുപക്ഷ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും എതിരെ വലിയ രീതിയിലുള്ള ആസൂത്രിത സൈബർ ആക്രമണങ്ങൾ നടക്കുന്ന ഈ കാലത്ത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു കനത്ത തിരിച്ചടി കിട്ടുന്നു എന്ന് വിശ്വസിക്കാൻ വലതുപക്ഷ പ്രൊഫൈലുകൾക്ക് വലിയ തിടുക്കമായിരുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങൾ വാർത്തകളായി അവതരിപ്പിക്കാനാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ശ്രമിച്ചത്. എന്നാൽ ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചുരുക്കം ചില ഓൺലൈൻ മാധ്യമങ്ങൾ നൽകിയ സൂചനകൾ തികച്ചും മറ്റൊന്നായിരുന്നു. അതൊരു രാഷ്ട്രീയ പരാജയത്തിൻ്റെ കഥയായിരുന്നില്ല അവർ പറഞ്ഞത്, മറിച്ച് വലിയൊരു കോർപ്പറേറ്റ് കുതിപ്പിൻ്റെ തുടക്കമായിരുന്നു. മാധ്യമരംഗത്തെ BLM വിപ്ലവം എന്നാണ് അവർ ഈ മാറ്റത്തെ വിശേഷിപ്പിച്ചത്. ശക്തമായ സാമ്പത്തിക ഭദ്രതയുള്ള പുതിയ മാനേജ്മെൻറ്റ് വരുന്നതോടെ അടച്ചുപൂട്ടാറായ ബിഗ് TV പോലുള്ള മറ്റു ചാനലുകളിൽ നിന്നുള്ള വമ്പൻ മാധ്യമ പ്രവർത്തകർ ഇവിടേക്ക് കൂട്ടത്തോടെ ഒഴുകുമെന്നും അവർ പ്രവചിച്ചു. പക്ഷേ ഇവിടെയാണ് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മാധ്യമ നിരീക്ഷകനും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടത്. കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു വമ്പൻ കോർപ്പറേറ്റ് സ്ഥാപനം റേറ്റിംഗിൽ പിന്നിലുള്ള ഒരു ന്യൂസ് ചാനൽ വാങ്ങുന്നത് വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കാനോ അതോ കുറച്ചു മാധ്യമ പ്രവർത്തകരെ പുറത്താക്കാനോ ആണോ? ഒരിക്കലുമല്ല. അവരുടെ ലക്ഷ്യം ബിസിനസ്സാണ്, ലാഭമാണ്. അവിടെയാണ് നമ്മൾ മലയാള ദൃശ്യമാധ്യമ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് സീക്രട്ട് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കേരളത്തിൽ വാർത്ത കാണുന്നവരിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വ്യൂവർ ബാങ്ക് ഏതാണ്? സംശയമില്ലാതെ പറയാം, അത് ഇടതുപക്ഷത്തിൻ്റെതാണ്. കൈരളി TV എന്ന ഔദ്യോഗിക പാർട്ടി ചാനൽ മാറ്റിവെച്ചാൽ കേരളത്തിലെ മുഖ്യധാര സ്വകാര്യ മാധ്യമങ്ങൾ പലപ്പോഴും CPM-നും സർക്കാരിനുമെതിരെ ഒരു പൊതുബോധം നിർമ്മിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്നൊരു ശക്തമായ തോന്നൽ ആ വലിയ പ്രേക്ഷക സമൂഹത്തിനുണ്ട്. ഈ ഒരു വലിയ മാർക്കറ്റ് ഗ്യാപ്പ് അഥവാ വ്യൂവർഷിപ്പ് വിടവ് എത്രത്തോളം വലുതാണെന്നും അതൊന്ന് കൃത്യമായി പ്ലാൻ ചെയ്താൽ എങ്ങനെ റേറ്റിംഗ് കുത്തനെ കൂടാമെന്നും കേരളത്തിന് കാണിച്ചു തന്നത് റിപ്പോർട്ടർ TV-യാണ്. നമുക്കറിയാം, ഏഷ്യാനെറ്റ് ന്യൂസിന് പിന്നിൽ കോൺഗ്രസിൻ്റെയും BJP-യുടെയും വളരെ കാലമായുള്ള ഉറച്ച പ്രേക്ഷക ബാങ്കുണ്ട്. അത് മുഖ്യമായും ഇടതുപക്ഷ വിരുദ്ധ പ്രേക്ഷകരാണ്. മനോരമയ്ക്കും അവരുടേതായ ഒരു സ്ഥിരം പ്രേക്ഷകരുണ്ട്. എന്നാൽ വാർത്താമാധ്യമ രംഗത്തെ രാജാക്കന്മാരായ ഏഷ്യാനെറ്റിനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാമതും രണ്ടാമതുമായി റിപ്പോർട്ടർ TV മാറി മാറി കുതിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമവാക്യം വളരെ ലളിതമായിരുന്നു.
ഡോക്ടർ അരുൺകുമാറിനെയും ആൻഡ്രൂ അഗസ്റ്റിനെയും പോലുള്ള കൃത്യമായി ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമ പ്രവർത്തകരിലൂടെ അതുവരെ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന ഇടതുപക്ഷ പ്രേക്ഷകരുടെ ആ വലിയ പിന്തുണ റിപ്പോർട്ടർ TV ഒറ്റയടിക്ക് നേടിയെടുത്തു. റിപ്പോർട്ട് കൊണ്ടുവന്ന വമ്പൻ വിഷ്വൽ സാങ്കേതിക വിദ്യയും എക്സ്ക്ലൂസീവ് ശൈലിയും അതിനാക്കം കൂട്ടി. അതായത് കേരളത്തിൽ ഒരു മാധ്യമത്തിന് ഏറ്റവും വേഗത്തിൽ വലിയ വ്യൂവർഷിപ്പും റേറ്റിംഗും കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു മാന്ത്രിക വടി എന്ന് പറയുന്നത് ഈ പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇടതുപക്ഷ പ്രേക്ഷകരുടെ പൂർണ്ണ പിന്തുണ നേടിയെടുക്കുക എന്നത് മാത്രമാണ്. ഇപ്പോൾ കാര്യങ്ങളെ ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കൂ. BLM ഗ്രൂപ്പ് പോലൊരു വലിയ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റ് സ്ഥാപനം കോടികൾ മുടക്കി ന്യൂസ് മലയാളം ഏറ്റെടുക്കുമ്പോൾ അവർ ബിസിനസ് പരമായി എന്ത് തീരുമാനമാണ് എടുക്കുക? ചാനലിനെ റേറ്റിംഗിൽ മുന്നേറാൻ സഹായിക്കുന്ന നിലവിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ ഇടതുപക്ഷ വ്യൂവർഷിപ്പ് ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. യൂട്യൂബിലെ ചില വലതുപക്ഷ ചാനലുകൾ ആഗ്രഹിക്കുന്നത് പോലെ സനീഷ് ഇളയിടത്തിനോ TM ഹർഷനെയോ അടിയന്തരമായി പുറത്താക്കി ചാനലിൻ്റെ നയം പെട്ടെന്ന് വലതുപക്ഷത്തേക്ക് മാറ്റിയാൽ അത് അവരുടെ കോർപ്പറേറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. റേറ്റിംഗ് ഇടിയും, ഉള്ള പ്രേക്ഷകർ കൂടി കൊഴിഞ്ഞു പോകും. ഒരു കോർപ്പറേറ്റ് സ്ഥാപനവും സ്വന്തം കാലിൽ കോടാലി വയ്ക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. പകരം ആ നയം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ വലിയൊരു ബ്രാൻഡാക്കി മാറ്റാമെന്നതാകും അവർ ചിന്തിക്കുക. പക്ഷെ കഥ അവിടെയും തീരുന്നില്ല. ഇനിയാണ് നമ്മൾ ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ യഥാർത്ഥ ക്ലൈമാക്സിലേക്ക് കിടക്കുന്നത്. പുതിയ മാനേജ്മെൻറ്റിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ വ്യൂവർഷിപ്പ് എന്ന ബിസിനസ് താല്പര്യം മാത്രമല്ല ഉള്ളത്. അതിനേക്കാൾ വലിയ, ഒരുപക്ഷെ കേരളത്തെ തന്നെ അപ്പാടെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു വലിയ രഹസ്യ റിപ്പോർട്ട് ഇപ്പോൾ അവരുടെ കൈകളിലുണ്ട്. നിങ്ങൾക്ക് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടാകും. പല വമ്പൻ മാധ്യമ സർവേകളും പല വിധത്തിലുള്ള സാധ്യതകൾ പ്രവചിച്ചപ്പോൾ വളരെ കൃത്യമായി അക്കമിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF തുടർഭരണം നേടുമെന്ന് പ്രവചിച്ചത് ട്രൂ കോപ്പി തിങ്ക് എന്ന സ്വതന്ത്ര മാധ്യമമായിരുന്നു. കേവലം ഊഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും പകരം കൃത്യമായ ഡാറ്റയുടെയും ഗ്രൗണ്ട് റിയാലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ അവർ നടത്തിയ ആ സർവേ പിന്നീട് ചരിത്രമായി മാറി. കാരണം ഡാറ്റ ഒരിക്കലും കള്ളം പറയില്ല. ഇത്തവണയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ന്യൂസ് മലയാളത്തിന് വേണ്ടി ഇത്തവണത്തെ പ്രീപോൾ സർവേ നടത്തിയത് അന്ന് ട്രൂ കോപ്പി തിങ്കിന് വേണ്ടി സർവേ നടത്തിയ അതേ ടീം തന്നെയാണ്. ഏപ്രിൽ 29 പുറത്തിറങ്ങാൻ പോകുന്ന അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കായി കേരളം മുഴുവൻ ഇപ്പോൾ ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ BLM മാനേജ്മെൻറ്റ് എടുത്ത തീരുമാനങ്ങളെ ഈ വരാനിരിക്കുന്ന സർവേ ഫലങ്ങളുമായി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. കോടികൾ മുടക്കി ചാനൽ ഏറ്റെടുത്ത പുതിയ മാനേജ്മെൻറ്റിന് തങ്ങളുടെ സ്വന്തം ചാനലിന് വേണ്ടി ട്രൂ കോപ്പി തിങ്ക് നടത്തിയ ഇൻറ്റേർണൽ സർവേ റിപ്പോർട്ടുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ടാകില്ലേ? തീർച്ചയായും ഉണ്ട്. കോർപ്പറേറ്റുകൾ ഇരുട്ടിൽ തപ്പുന്നവരല്ല. ഈ റിപ്പോർട്ടുകളിൽ കേരളത്തിൽ വീണ്ടും ഒരു ഇടതുപക്ഷ ഭരണത്തിനുള്ള സാധ്യതകൾ കൃത്യമായി ഉണ്ടെങ്കിൽ, സംസ്ഥാനത്ത് വീണ്ടും ഒരു തുടർഭരണം പ്രവചിക്കുന്നുണ്ടെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്താണ് ചെയ്യുക? അധികാരത്തിലുള്ള സർക്കാരിനോട് ചേർന്ന് നിൽക്കുക എന്നത് ഏതൊരു വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെയും പ്രാഥമികമായ താല്പര്യമാണ്. കോടികളുടെ സർക്കാർ പരസ്യങ്ങൾ, അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിലേക്കും മന്ത്രിമാരിലേക്കുമുള്ള എളുപ്പത്തിലുള്ള ആക്സസ്, അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ ഒട്ടും ചെറുതല്ല. ട്രൂ കോപ്പിയുടെ ഡാറ്റ വീണ്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണെങ്കിൽ നിലവിലെ എഡിറ്റോറിയൽ ടീമിനെ പിരിച്ചുവിട്ട് പുതിയ നയം കൊണ്ടുവരുന്നത് BLM ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. പകരം അവർ ചെയ്യുക നിലവിലെ മാധ്യമപ്രവർത്തകരെ നിലനിർത്തിക്കൊണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുക എന്നതാണ്. അതിലൂടെ ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുള്ള മറ്റൊരു വലിയ റിപ്പോർട്ടർ TV മോഡൽ സൃഷ്ടിക്കാനാകും അവർ ശ്രമിക്കുക. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഡിജിറ്റൽ സ്പേസിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളും കോണുകളും പ്രചരിപ്പിക്കുന്നത് പോലെ ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ പരാജയമോ തകർച്ചയോ അല്ല. മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ കുതിപ്പിൻ്റെ, ഒരുപക്ഷെ കേരളം ഇതുവരെ കാണാത്ത ഒരു ചരിത്രപരമായ ഭരണ തുടർച്ചയുടെ കൃത്യമായ മുൻകൂർ ജാമ്യമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ന്യൂസ് മലയാളം എന്ന ദൃശ്യമാധ്യമത്തിൻ്റെ പുതിയ കൈമാറ്റം നൽകുന്ന പരോക്ഷ സൂചനകൾ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു ദിശയിലേക്കാണ്. കേരളം വീണ്ടും ചുവക്കുമോ? ട്രൂ കോപ്പി തിങ്ക് ടീമിൻ്റെ ഡാറ്റാബേസ് വീണ്ടും ചരിത്രം സൃഷ്ടിക്കുമോ? അതോ പുറത്തു വന്ന മറ്റ് വമ്പൻ സർവേകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളം മറ്റൊരു വിധി എഴുതുമോ? ഏപ്രിൽ 29, ഈ വരുന്ന ഏപ്രിൽ 29 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ നമുക്കറിയാം ന്യൂസ് മലയാളത്തിൻ്റെ അണിയറയിൽ നടന്നത് വെറുമൊരു കോർപ്പറേറ്റ് ബുദ്ധിയാണോ, അതോ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി മുൻകൂട്ടി പ്രവചിച്ച ഒരു ഗംഭീര മാസ്റ്റർ സ്ട്രോക്ക് ആണോ എന്ന്. അതുവരെ നമുക്ക് കാത്തിരുന്ന് കാണാം.